വാഴ 3യിലെ പെണ്ണുങ്ങളെ കുറിച്ചാണ് ഗെയ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വാഴ 2 ഗംഭീര ഹിറ്റായിട്ട് ഒരു 10-200 കോടിയൊക്കെ എത്താവുന്ന ഒരവസ്ഥയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. വളരെ സന്തോഷം. നമ്മുടെ ഹാഷിറേൻ ടീം ചെക്കന്മാരുടെ സിനിമ ഇങ്ങനൊരു അടിപൊളി ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഒരു 250-300 കോടിയൊക്കെ എത്തും, 250 കോടിയൊക്കെ എത്തുന്നുണ്ടായിരിക്കും വാഴ 2 എന്നാണ് ഗെയ്സ് എനിക്ക് തോന്നണത് കേട്ടോ. വാഴ 2 കണ്ടുള്ള ആളുകൾ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താൻ പറ്റുകയാണ് കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് വാഴ 3 ഗേൾസിനെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും എന്ന് പറഞ്ഞു. ഗേൾസിനെ വെച്ച് ചെയ്യാന്നല്ല, ഗേൾസിൻ്റെ ജീവിതം മെയിനായിട്ട് കാണിക്കുന്ന ഒരു സംഗതിയായിരിക്കും. അവരുടെ സ്ട്രഗിൾസ്, അവരുടെ എയിംസ്, അംബിഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് പേര്, അതായത് വാഴ 2 എന്ന് പറഞ്ഞാൽ വാഴ 1 വാഴ 2 ചെക്കന്മാരുടെ അതല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ വാഴ 3 പെണ്ണുങ്ങളുടെ എന്നൊരു സാധനം. ഇനി പെണ്ണെന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് പറയുന്നതല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേസ് വാഴ 3 പെണ്ണുങ്ങളുടെ ഇത് ആണെങ്കിൽ ഇത് കാണാൻ ആരും ഉണ്ടായിരിക്കില്ല, എന്താ ഇപ്പോൾ കഥ ഉള്ളത്, അവർക്കിപ്പോൾ എന്താ ഉണ്ടാവുക, ഏതെങ്കിലും ചെക്കന്മാരുടെ പിന്നാലെ നടക്കുന്നുണ്ടായിരിക്കും, പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പീരിയഡ്സ്, പ്രസവം, ഗർഭം, ഇതന്നെ അവർക്ക് പറയാനുള്ളൂ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കേസ് ഞാൻ വരുമ്പോഴേട്ട് അങ്ങനെയാവണമെന്നൊന്നുമില്ല. അതിൽ അവർക്ക് അവരുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ആണുങ്ങൾക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഒരു വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് സിനിമ ഇറങ്ങട്ടെ, അതിന് മുമ്പ് തന്നെ പെണ്ണുങ്ങളെ വെച്ചാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും പ്രൊഡ്യൂസർക്ക്. അങ്ങനെയാണ് ഇങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചൊന്നും കണ്ടൻറ്റൊന്നും അതിലുണ്ടാവില്ല, എന്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോണത്. ഇനി പെണ്ണുങ്ങളെ വെച്ചിട്ട് ചിലവർ ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യും, പെണ്ണുങ്ങളെ വെച്ചിട്ട് വാഴ 3 ചെയ്യുകയാണെങ്കിൽ അത് കുൽസിതം പോലുള്ള എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ സ്ട്രഗിൾസ് കാണാനല്ല ഇവിടെ ആൾക്ക് താല്പര്യം. ഒരു കുറച്ച് എക്സ്പോസ്ഡ് ആയ രീതിയിൽ അങ്ങനെയൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ അത് കാണാൻ ആളുകൾ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർക്ക്, ഡയറക്ടർക്ക്, ആ ടീമിന് അതായിരിക്കും ഉദ്ദേശം എന്നൊക്കെ. അപ്പോൾ അറിയില്ല കേസ് എന്താ സംഭവം എന്നറിയില്ല. വേറെ ചില ആളുകൾ ചുമ്മാ വൈറലാവാൻ വേണ്ടിയിട്ട്, ആളുകളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വാഴ 3 ഇതോ വരാൻ പോകണു എന്നുള്ളൊരു ഹൈപ്പ് ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടി ചുമ്മാ അങ്ങനൊരു എന്താ പറയുക, ഒരു സാധനം പറഞ്ഞിട്ട് ഇറക്കാൻ പോവുകയാണെന്നുള്ള ലെവലിൽ ഇങ്ങനെ, അതായത് ഇപ്പോൾ കരിക്കിൻ്റെ ഒരു സിനിമ ഇറങ്ങാൻ പോകണമെന്നുള്ള സാധനം ഇവിടെ ഒന്നുമില്ല. അപ്പോൾ വീണ്ടും വാഴ ടീമിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണിത്. പ്രൊഡ്യൂസർ ഇതെല്ലാം കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്യണ ഒരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയില്ല, ആളുകൾ പലതരത്തിലാണ് കേസ്. അവർക്ക് തോന്നിയ സാധനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ. ഫേസ്ബുക്കിൽ കുറച്ചുകൂടി മുതിർന്ന ആളുകളായതുകൊണ്ട് തന്നെ കൂടുതൽ ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ടുള്ള കുറച്ച് മുതിർന്ന ആളുകൾ തോന്നുന്നുണ്ട്, വലിയൊരു ശതമാനം. അപ്പോൾ അവരൊക്കെ പലപ്പോൾ പറയുന്നത് അവർക്ക് ഇതിനോട് വലിയ താല്പര്യം പറഞ്ഞ് എന്ത് വാഴ 2 ലഹരി, പെണ്ണ്, ഇതാണ് വാഴ 2 കാണിക്കുന്നതിൽ വലിയ കാര്യമില്ല. അതൊക്കെയാണ് പൊതുവെ വാഴ 2 കുറിച്ചിട്ട് ഫേസ്ബുക്കിലുള്ള കുറച്ച് ഒരു വൈബ് കേസ്. എന്തായിക്കോട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാര്യങ്ങളിൽ ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴ 1ൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടല്ലോ, മൂപ്പരാണ് വാഴ 2 ചെയ്തത്. ഇനി വാഴ 2ൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് ഡയറക്ടറായത്. അസിസ്റ്റൻറ്റ് ഡയറക്ടർ വാഴ 2ലേക്ക്, വാഴ 1ലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ വാഴ 2ലേക്ക് വന്നപ്പോൾ ഡയറക്ടറായി. അല്ല, വാഴ 2ൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് വാഴ 3യുടെ ഡയറക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഇതിലെ ആക്ടിങ്ങിൽ ഫോക്കസ് ചെയ്തിരുന്ന ആൾ ലിറിക്സ് എഴുതുന്നു. അതേപോലെ ഒരു പ്രൊഡ്യൂസറിനെ പിടിച്ചിട്ട് ആക്ടറാക്കി വിജയ് ബാബുവിനെ, അതേപോലെ ഒരു മറ്റേ ഡയറക്ടർ ഇതിൽ ആക്ടറാവണു, മറ്റേ മൂപ്പര് അൽഫോൺസ് മൂപ്പര്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇതല്ല, ഭയങ്കര ഇങ്ങനെ. അതാണ് സിനിമ എന്ന് പറയുന്നത്, വേറൊരു വൈബിലേക്ക് പോയോണ്ടിരിക്കും. ഞാൻ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കണ്ട് കേസ്. അതായത് ഇപ്പോൾ അഭിനയിക്കാൻ വലിയ താല്പര്യമില്ലെങ്കിലും ചെക്കന്മാർ ഒരുപാട് കാശ് ഉണ്ടാക്കും അവരെ വെച്ച് സിനിമ ചെയ്യുകയാണെങ്കിൽ. എന്താണ് അങ്ങനൊരു വർത്തമാനം കേസ്? എന്താ അങ്ങനെ? അതായത് സോഷ്യൽ മീഡിയയിൽ ഇവർ ഹിറ്റ് മേക്കേഴ്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ സംഭവം എന്താ വെച്ചാൽ അവർക്ക് അങ്ങനെ ഇപ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ മാതിരി അവരുണ്ടാക്കണേക്കാൾ കൂടുതൽ കാശ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റും അവരെ വെച്ചൊരു സിനിമ ചെയ്യണം. എന്താ ഇവർ കഴിവില്ല എന്ന് പറയണതിൻ്റെ കാര്യം മനസ്സിലാവില്ല കേസ്. കഴിവുകളൊക്കെ ഉണ്ട്, എല്ലാ ആളുകൾക്കും കഴിവുകളുണ്ട്. അത് വ്യത്യസ്തമായ രീതിയിൽ കഴിവുകളായിരിക്കും മാത്രം. ഈ ആശ്രയ ടീം അവർ എത്ര കഷ്ടപ്പെട്ട് അവർ ഈ ഒരു ലെവലിലേക്ക് എത്താൻ. ഇപ്പോൾ പലരും എന്താ വെച്ചാൽ
ഔ എന്താ ഇവരൊക്കെ ഒരു ഭാഗ്യം എന്നൊക്കെയാണ് അസൂയാലുക്കൾ പറയുന്നത്. എന്ത് ഭാഗ്യം, എത്ര കഷ്ടപ്പെട്ടവർ, ഇത്ര കഷ്ടപ്പെട്ട്. അപ്പം അങ്ങനെയൊക്കെ അറിയില്ല. എന്തായാലും വാഴ 3ക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് ഗൈസ്. വാഴ 3 എന്തായാലും കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യും, ഷെയർ ചെയ്യും, പോസ്റ്റുകളിടും, റീലുകളിടും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ വേറെ എനിക്ക് തോന്നുന്ന സാധനം എന്താ വെച്ചാൽ ചുമ്മാ ഹൈപ്പ് മാത്രം കൊടുത്തിട്ട് ഒരു സിനിമ ഹിറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. എനിക്ക് തോന്നുന്നില്ല. അത് ആളുകൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതേപോലെ റിയാക്ഷൻ ചാനലുകളും ഒക്കെ നല്ല രീതിയിലൊക്കെ അവർ റിവ്യൂ ഒക്കെ ഇടുകയാണെങ്കിൽ അങ്ങോട്ട് കയറി കുളത്തുണ്ടായിരിക്കും. ഇപ്പം അങ്ങനെയാണ് തോന്നുന്നത്. അത് വാഴ എന്നല്ല, വാഴ 3യുടെ വാഴയുടെ അവസ്ഥയല്ല, മൊത്തത്തിൽ എല്ലാ സിനിമകളുടെ ഒരു അവസ്ഥ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് വാഴ ടീം. അടിപൊളി. ഇനി എന്താവും അറിയില്ല, കാണാം. എന്തായാലും എനിക്കിത് ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ വാഴ 3 വന്നോ ഇല്ലേ, ആരെ വെച്ച് ചെയ്തോ അങ്ങനെയല്ല. ഇത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. അങ്ങനെയുള്ള ആൾക്കാർ അവർ സിനിമയ്ക്ക് വരിക, ഒരു സിനിമ ചെയ്യുക, സിനിമയുടെ ഭാഗമാവുക, അതിൻ്റെ ആ ഫെയിമും സാധനങ്ങളൊക്കെ വിടുക കേസ്, അതൊന്നുമല്ല അതിൻ്റെ സാധനം. ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ എടുക്കുന്ന എഫേർട്ട്, സ്ക്രീനിൽ എല്ലാവരും ഇരുന്നിങ്ങനെ കാണുക എന്നൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, ഞാൻ അതാലോചിക്കണം. അത് എത്ര അടിപൊളി സംഭവമാണില്ലേ, അതാണ് കേസ്. എന്തായാലും ഭയങ്കര സന്തോഷം.